നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിസിറ്റി ഓഫ് അമൈൻസ്. ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ബോർഡ് എക്സാമിനും ബേസിസിറ്റി ഓഫ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ബോർഡ് എക്സാമിന് 1 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബേസിസിറ്റി ഓഫ് അമൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തലത്തിലാണുള്ളത്. ഒന്ന് ബേസിസിറ്റി ഓഫ് അമൈൻസ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഓക്കെ, രണ്ടാമത്തത് ബേസിസിറ്റി ഓഫ് അമൈൻസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ഏതാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അതിൻ്റെ ആൻസർ ചെയ്തേണ്ടത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് ലിക്വിഡെന്നോ എക്വസ്ന്നോ അല്ലെങ്കിൽ റിയാക്ഷൻ വിത്ത് വാട്ടറിനോ എന്തെങ്കിലും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ബേസിസിറ്റിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്തുകൊണ്ടാണ് അമൈൻസ് ബേസിക് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അമൈൻസിൻ്റെ പാരൻറ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയാണ് അല്ലേ. ഈ അമോണിയയിൽ എന്തുണ്ടാവും? അമോണിയയിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് അമോണിയ ബേസിക് ആവുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ്, ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ നൈട്രജൻ്റെ മുകളിലുള്ള ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിന് വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് അമോണിയ ബേസിക് ആവുന്നത്. ഇനി ഇവിടെ നോക്കിക്കോളൂ, ഈ അമോണിയയിലെ ഒരു ഹൈഡ്രജൻ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് പകരം ഞാനൊരു ആർ ഗ്രൂപ്പിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ? ആർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ദേ ആർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ്റെ മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. സ്വാഭാവികമായിട്ട് എന്ത് കൂടും? നൈട്രജൻ്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ആ ഇലക്ട്രോൺ പെയർ ബോണ്ടിങ്ങിനൊക്കെ കൊടുക്കാനുള്ള സാധ്യത കൂടും അല്ലേ. അപ്പോൾ അത് മോർ ബേസിക് ആവുകയല്ലേ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അമോണിയനേക്കാളും മോർ ബേസിക് ആയിരിക്കും ആര്? പ്രൈമറി അമൈൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? ഈ പ്രൈമറി അമൈനകത്ത് നിന്ന് ഒരു ഹൈഡ്രജൻ കൂടി റീപ്ലേസ് ചെയ്തിട്ട് അവിടെ മറ്റൊരു ആർ ഗ്രൂപ്പിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ആർ ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അപ്പോൾ ഇതും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. നൈട്രജൻ്റെ മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി പിന്നെയും കൂടുന്നു. അതേപോലെ എന്താണ്? ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആർ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതേപോലെ ആർ ഗ്രൂപ്പ് നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആർ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. നൈട്രജൻ്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരുപാട് കൂടുന്നു. വിച്ച് മീൻസ് അമോണിയനേക്കാളും ബേസിസിറ്റി കൂടുതലായിരിക്കും പ്രൈമറി അമൈന്, അതിനേക്കാളും ബേസിസിറ്റി കൂടുതലായിരിക്കും സെക്കൻഡറി അമൈന്, അതിനേക്കാളും ബേസിസിറ്റി കൂടുതലായിരിക്കും ടേർഷ്യറി അമൈൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക: ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, ഗ്രേറ്റർ ദാൻ പ്രൈമറി, ഗ്രേറ്റർ ദാൻ അമോണിയ അല്ലേ. ഓക്കെ, അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന ഒരേ ഒരു ഇതാണ്, അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ പ്ലസ് ഐ ഇഫക്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓർഡർ എന്ത് കിട്ടി? ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, ഗ്രേറ്റർ ദാൻ പ്രൈമറി, ഗ്രേറ്റർ ദാൻ അമോണിയ. ഇനി അടുത്ത ഒരു കോമ്പൗണ്ട് കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതായത് അനിലിൻ. അനിലിൻ എന്താണ്? NH2, നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ. ഇവിടെ ഉള്ളത് ബെൻസീൻ റിംഗ് ആണ് അല്ലേ. ഈ ബെൻസീൻ റിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പോൾ ഈ നൈട്രജൻ്റെ മുകളിലുള്ള ഈ ലോൺ പെയറിനെ ബെൻസീൻ റിങ് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ നൈട്രജൻ്റെ മുകളിലുള്ള ലോൺ പെയർ ബോണ്ട് ഫോർമേഷന് വേണ്ടി വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടാവും. എന്ത് സംഭവിക്കും? ബേസിസിറ്റി കുറയും. അപ്പോൾ നമുക്കറിയാം അമോണിയനേക്കാളും ബേസിസിറ്റി കുറവാണ് ആർക്ക്? അനിലിന്. അപ്പോൾ അടുത്ത നമ്മളിവിടെ അനിലിൻ എഴുതും. ഓക്കെ, അപ്പോൾ ഗ്യാഷ്യസ് അമൈൻസിൻ്റെ ബേസിസിറ്റി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, ഗ്രേറ്റർ ദാൻ പ്രൈമറി, ഗ്രേറ്റർ ദാൻ അമോണിയ, ഗ്രേറ്റർ ദാൻ അനിലിനാണ്. ഓക്കെ, വി ആർ കൺസിഡറിങ് ഓൺലി ദ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിസിറ്റി ഓഫ് അമൈൻസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്വസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇതിൻ്റെ ബേസിസിറ്റി. നമ്മൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അമൈൻസിൻ്റെ നോക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് എന്തായിരുന്നു? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആയിരുന്നു. ഇവിടെയും നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൺസിഡർ ചെയ്യണം. ഓഫ് കോഴ്സ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്തായാലും നമുക്ക് നോക്കണം. പക്ഷേ ഇൻ അഡീഷൻ ടു ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നമുക്ക് 1-2 ഇഫക്റ്റ് കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ അതിൻ്റെ ഓർഡർ എന്തായിരുന്നു? 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നു. നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത കോൺസെപ്റ്റാണ്, അതായത് സോൾവേഷൻ ഇഫക്റ്റ്.
നമുക്കറിയാം എന്താണ് സോൾവേഷൻ ഇഫക്റ്റ്. അതായത് നമ്മൾ അക്വസ് സ്റ്റേറ്റിൽ അവിടെ വാട്ടർ ഉണ്ടാവും അല്ലേ. ഈ വാട്ടറുമായിട്ട് ഇതിൻ്റെ റിയാക്ഷൻ എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ സോൾവേഷൻ ഇഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഒരു പ്രൈമറി അമൈൻ, അതായത് RNH2 എന്ന് പറയുന്ന ഒരു പ്രൈമറി അമൈന്, ഓഫ് കോഴ്സ് ഇത് ബേസിക് ആയതുകൊണ്ട് പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യുമല്ലോ. പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറി? RNH3+ എന്ന് പറയുന്ന ഒരു കാറ്റയോണായി മാറി. അപ്പോൾ ഞാനത് ഇവിടെ എഴുതുന്നു RNH ഈ നൈട്രജൻ മോൾ പ്ലസ്. ഇതേപോലെ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് പ്രൈമറി അമൈനാണ്. ഇതേപോലെ ഒരു സെക്കൻഡറി അമൈൻ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. സെക്കൻഡറി അമൈൻ ഇതേപോലെ എന്ത് ചെയ്യും? പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാറ്റയോണായി മാറും. സിമിലർലി ടേർഷ്യറി അമൈൻസും സെയിം ഇതേപോലെ തന്നെ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ നൗ വെൻ ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടറിൽ എന്തുണ്ട്? H2 അല്ലേ. അപ്പോൾ OH2 ഇറ്റ് വിൽ ഫോം ഹൈഡ്രജൻ ബോണ്ട്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സോൾവേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഓക്കെ നൗ ഇതിലും ഉണ്ടാവും OH2 ഇതിലും ഉണ്ടാവും OH2. ഇനി നോക്കൂ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സോൾവേഷൻ ബോണ്ട്സ് ഏതിലാണുള്ളത്? പ്രൈമറി അമൈനിലാണുള്ളത്. നോക്കൂ, 3 സെക്കൻഡറി അമൈനിൽ 2 ഉള്ളൂ, ടേർഷ്യറി അമൈനിൽ 1 ഉള്ളൂ. സോ വിച്ച് വിൽ ബി മോർ സ്റ്റേബിൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൈമറി അമൈൻ വിൽ ബി മോർ റിയാക്റ്റീവ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സോൾവേഷൻ ഇഫക്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇതായിരിക്കും മോർ റിയാക്റ്റീവ്. ഇനി നമുക്ക് ഒരു കോൺസെപ്റ്റ് കൂടി നമുക്ക് നോക്കാം, സ്റ്റെറിക് ഇഫക്റ്റ്. എന്താണ് സ്റ്റെറിക് ഇഫക്റ്റ്? അഗെയിൻ ഞാനിവിടെ ഒരു ടേർഷ്യറി അമൈൻ എഴുതുന്നു. നോക്കൂ, സെക്കൻഡറി അമൈൻ എഴുതുന്നു, പ്രൈമറി അമൈൻ എഴുതുന്നു. ഓക്കെ, ഇതിലെല്ലാത്തിലും നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി പ്രോട്ടോൺ അഡീഷൻ നടക്കണമെങ്കിൽ പ്രോട്ടോൺ അഡീഷൻ ഇതിലും നടക്കണം, ഇതിലും നടക്കണം, ഇതിലും നടക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് പ്രോട്ടോൺ അഡീഷൻ നടക്കുന്നത് പ്രൈമറി അമൈനിലായിരിക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ ഇതാണ്, ഇവിടെ ഒരു ബൾക്കിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു R ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രോട്ടോണിന് ഈസി ആയിട്ട് ഈ ഒരു മോളിക്യൂളിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. വേറെസ് സെക്കൻഡറി അമൈനിൽ എന്താണ്? 2 R ഗ്രൂപ്പ്, 2 ബൾക്കിയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ് ഒന്നുകൂടി റെസ്ട്രിക്റ്റ് ആവുകയാണ്. ടേർഷ്യറി അമൈൻസിലോ 3 R ഗ്രൂപ്പ് ഉണ്ട്, ബൾക്കിയർ ഗ്രൂപ്പ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ബൾക്കിയർ ഗ്രൂപ്പ്സ് കൂടുമ്പോൾ പ്രോട്ടോൺ അഡീഷൻ്റെ സാധ്യത കുറയാണ്. അപ്പോൾ വിച്ച് വിൽ ബി മോർ റിയാക്റ്റീവ്? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏതായിരിക്കും മോർ റിയാക്റ്റീവ്? സ്റ്റെറിക് ഇഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ പ്രൈമറി ആയിരിക്കും, സെക്കൻഡറി ദാൻ ടേർഷ്യറി. അത് ബേസിസിറ്റി ഓഫ് അമൈൻസ് ഗാഷ്യസ് സ്റ്റേറ്റിന് നോക്കുമ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുന്നു. 3, 2, 1. ലിക്വിഡ് സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റും സോൾവേഷൻ ഇഫക്റ്റും സ്റ്റെറിക് ഇഫക്റ്റും നോക്കുന്നു. ഗാഷ്യസ് സ്റ്റേറ്റിൻ്റെയും ലിക്വിഡ് സ്റ്റേറ്റിൻ്റെയും നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ളത് ലിക്വിഡ് സ്റ്റേറ്റിൽ 2 തരത്തിലുള്ള അമൈൻസ് ആണ്. ഒന്ന് മീഥൈൽ അമൈൻസ് എന്ന് പറയുന്നു, രണ്ടാമത്തത് ഈഥൈൽ അമൈൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ മീഥൈൽ അമൈൻസിൽ അതിൻ്റെ ബേസിറ്റിയുടെ ഓർഡർ എന്താണ്, ഈഥൈൽ അമൈൻസിൻ്റെ ബേസിറ്റിയുടെ ഓർഡർ എന്താണെന്നാണ് ചോദിക്കാം. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഥൈൽ അമൈൻസിൻ്റെ ആയാലും ഈഥൈൽ അമൈൻസിൻ്റെ ആയാലും ലിക്വിഡ് സ്റ്റേറ്റിൽ അതിൻ്റെ ബേസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഈ 3 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൺസിഡർ ചെയ്യണം, സോൾവേഷൻ ഇഫക്റ്റ് കൺസിഡർ ചെയ്യണം, സ്റ്റെറിക് ഇഫക്റ്റ് കൺസിഡർ ചെയ്യണം. ഈ 3 ഇഫക്റ്റും കൺസിഡർ ചെയ്ത് എക്സ്പെരിമെൻ്റലി നമ്മൾ പ്രൂവ് ചെയ്തതാണ് ഈ പറയാൻ പോകുന്ന നമ്മുടെ ഓർഡർ. അതിൽ മീഥൈൽ അമൈൻസിൻ്റെ ഓർഡർ 2 > 1 > 3 ആണ്. ഈഥൈൽ അമൈൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 > 3 > 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്യുവർ എക്സ്പെരിമെൻ്റലി നമ്മൾ കണ്ടെത്തിയ വാല്യൂസ് ആണ്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമിനേഷന് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെടുത്ത് ചോദിക്കുന്നു. നിങ്ങളെടുത്ത് ചോദിക്കുക ഇങ്ങനെയാണ്, അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റി. അതിൽ സ്റ്റേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ഹാവ് ടു അസ്യൂം ഗാഷ്യസ് സ്റ്റേറ്റ്. ഇനി അക്വസ് എന്നോ ലിക്വിഡ് എന്നോ എങ്കിലും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 2 ഓർഡർ പഠിച്ചു വെക്കുക. മീഥൈൽ അമൈൻസിൻ്റെ ഓർഡർ ഇതാണ്, ഈഥൈൽ അമൈൻസിൻ്റെ ഓർഡർ ഇതാണ്. മീഥൈൽ അത് എങ്ങനെ ഓർത്ത് വെക്കുക? മീഥൈൽ എന്ന് പറഞ്ഞാൽ ചെറുതാണ് അല്ലേ, അപ്പോൾ ചെറുതിന് ചെറിയ വാല്യൂ, ഓക്കെ, വലുതിന് വലിയ വാല്യൂ.
231 ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. 213 231 ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള അമൈൻസ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ തേഴ്സറി ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഈ ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏത് പാറ്റേണിലാണ് ചോദിക്കുക? അറേഞ്ച് ദ ഫോളോയിങ് അമൈൻസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബേസിസിറ്റി ഏറ്റവും കുറവുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ലെസ് ദാൻ ആരോ ആണ്. ഓർത്ത് വെക്കുക, ലെസ് ദാൻ ആരോ. അപ്പോൾ ആദ്യം ബേസിസിറ്റി ഏറ്റവും കുറവുള്ളത് ലെസ് ദാൻ ദിസ് എന്ന് പറഞ്ഞുള്ള ഓർഡറാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് പി കെ ബി വാല്യൂ. എന്താണ് പി കെ ബി വാല്യൂ? പി കെ ബി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ലോഗരിതാണ്. അതായത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പി കെ ബി വാല്യൂ കൂടുമ്പോൾ ബേസിറ്റി കുറയും, പി കെ ബി വാല്യൂ കുറയുമ്പോൾ ബേസിറ്റി കൂടും. അപ്പോൾ അങ്ങനെയും ചോദിക്കാം. സോ അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് പി കെ ബി വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിറ്റി ആണ്. ഇനി ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അറേഞ്ച് ദ ഫോളോയിങ് അമൈൻസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബേസിറ്റിയുടെ നേരെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും അസിഡിറ്റി. അപ്പോൾ ബേസിറ്റി കൂടുമ്പോൾ അസിഡിറ്റി കുറയുന്നു. ഇങ്ങനെ പല രീതിയിലും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക ഇതിനകത്ത്. ബട്ട് വളരെ ഈസിയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ ഓർഡർ പഠിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ ചെയ്യുക.